സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല കളർ പാറ്റേണിലും നല്ല പാറ്റേണിലുമാണ് വന്നിരിക്കുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. പീച്ചില് ഒരു ഡാർക്ക് പീച്ച് ആൻഡ് പേൾ ക്രീം ആ ഒരു കോമ്പിനേഷനിലാണ് സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതിന് തന്നെ ടൈനി മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. ക്ലോസിലെ കാണിക്കാം. ഇത് ഒരു ലൈൻസ് ഉണ്ട്, ഒരു വി പാറ്റേണിലാണ് ബോഡി വരുന്നത് കേട്ടോ. തിൻ സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ട് അതിൽ ഈ ഒരു പേൾ ക്രീം ആൻഡ് പീച്ച് ആ ഒരു ടോണിലുള്ള എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ലോവർ ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് ലോവർ ഏരിയയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ലീഫ് ഡിസൈൻസിലാണ് അതിന് എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. ഒരു സ്കാലപ്പ് ഫിനിഷിലായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുക. എംബ്രോയിഡറി വർക്ക് ഈ ഒരു പാറ്റേണിൽ വരുന്നുണ്ട്. മുന്താണി ടിഷ്യൂലുള്ള സ്മോൾ പല്ലുവാണ് സാരിക്ക് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നതും ഇതേ പാറ്റേണിൽ തന്നെ സെൽഫായിട്ട് തന്നെ പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും സാരിക്ക് വരുന്നത്. സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. സെയിം അതേ വർക്ക് തന്നെ വന്നിരിക്കുന്ന കളർ പാലറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്ന നല്ലൊരു സേജ് ഗ്രീൻ ആണ് സാരി വന്നിരിക്കുന്നത്. അതിൽ പൗഡർ ബ്ലൂവും പേൾ ക്രീമും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോഡിയിൽ ഫുൾ അതേ ആ ഒരു ടൈനി മോട്ടീവ്സ് ആയിരിക്കും എൻറ്റയർ സാരി വരിക. വിത്ത് റിബൺ ബോർഡർ ആയിരിക്കും അപ്പർ പോർഷൻ വരിക. പ്ലീറ്റ്സ് വരുമ്പം എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ഹാഫ് പോർഷനിലായിരിക്കും ഒരു വർക്ക് വന്നിട്ട്. റണ്ണിങ് പല്ലു, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഒരു ചിക്കു ടോൺ ആണ് സാരി വന്നിരിക്കുന്നത്. ഇതിലും അതേ പാറ്റേണിൽ തന്നെയാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം പാറ്റേൺ. ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ഒരു സാൻഡിൽ ബേസ്ഡ് ചിക്കു ആണ്. ഒരു നേരിയൊരു ചന്ദനത്തിന്റെ കളർ കൂടി വന്നിട്ടുണ്ട് സാരിയിൽ. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ഫുൾ ബോഡി വരുന്നുണ്ട്. ലോവർ ബോർഡർ വരുമ്പോൾ നല്ലൊരു പാറ്റേണിലാണ്, നല്ലൊരു ലീഫ് ഡിസൈൻസിൽ ഡ്യുവൽ ടോണിലാണ് എല്ലാ സാരീസിലും ഒരു വർക്ക് വരുന്നത് വിത്ത് റണ്ണിങ് പല്ലു. നെക്സ്റ്റ് കളർ ഒരു പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആണ്. ടിൻറ്റഡ് പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ബോഡി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ പിസ്ത ഗ്രീൻ വിത്ത് ഐവറി ക്രീം ആണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. ഫുൾ ബോഡി എംബ്രോയിഡറി വർക്കിൽ തന്നെ വന്നിട്ട് റണ്ണിങ് പല്ലു വിത്ത് ബ്ലൗസ്. ഒരു ടിൻറ്റഡ് പിങ്ക് ആണ്, ഒരു ബേബി പിങ്കിന്റെ തന്നെ ലൈറ്റ് ടോണിലാണ് ബോഡി വന്നിരിക്കുന്നത്. ഇതിൽ നല്ല പാറ്റേണിലാണ് ഒരു പേൾ ക്രീമും ലൈറ്റ് പിങ്കും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. വിത്ത് സ്കാലപ്പ് ബോർഡർ വിത്ത് പല്ലു ആൻഡ് ബ്ലൗസ്. സെയിം അതേ ആ ഒരു ടിൻറ്റഡ് ബേബി പിങ്ക് തന്നെ സാരിയുടെ കളർ വന്നിരിക്കുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കളറിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതൊരു ഡാർക്ക് ബേബി പിങ്കും ഐവറി ക്രീമും കൂടിയാണ് വർക്കിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. വളരെ ചെറിയൊരു മൈന്യൂട്ട് ഡിഫറൻസേ ഉള്ളൂ. ഓൾമോസ്റ്റ് ആ ലുക്കും എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത്. സ്കാല ഫിനിഷിലായിരിക്കും ബോർഡർ വരുന്നത് വിത്ത് റണ്ണിങ് പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് സാരി നല്ലൊരു അക്വാ ഗ്രീൻ ആണ് സാരി വന്നിരിക്കുന്നത്. ഇതിന്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്, എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പോഴും സ്മോൾ എംബ്രോയിഡറി വർക്കും ആ ഒരു മോട്ടീവ്സ് തന്നെ ആയിരിക്കും ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേൺ വന്നിട്ട് ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഒരു വർക്ക് വരുന്നത്. നല്ല ഫ്ലോറൽ ഡിസൈൻസിൽ എംബോസ്ഡ് പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്ക് ആയിരിക്കും. ലോവർ ബോർഡർ വരിക, മുകൾ ഭാഗത്ത് ബോർഡർ വരുന്നത് ആ ഒരു റിബൺ ബോർഡറിൽ തന്നെ ആയിരിക്കും വരിക. പ്ലീറ്റ്സിന്റെ പോർഷനിൽ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. മുന്താണി, ബ്ലൗസ് വരുന്നത് പ്ലെയിൻ. ഇനി ആ ഒരു വർക്കിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സാണ് വരുന്നത്. സെക്കൻഡ് കളർ നല്ലൊരു പേസ്റ്റൽ പീച്ച് ആണ് സാരി വന്നിരിക്കുന്നത്. പീച്ചിലും അതേ സ്റ്റൈലിൽ തന്നെയാണ് എംബ്രോയിഡറി വർക്കും ഫ്ലോറൽ മോട്ടീവ്സും വരുന്നുണ്ട് വിത്ത് പല്ലു. നെക്സ്റ്റ് കളർ നല്ലൊരു യെല്ലോ ആണ്, നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് സാരി വന്നിരിക്കുന്നത്. സെയിം അതേ പാറ്റേൺ വിത്ത് പല്ലു. നെക്സ്റ്റ് കളർ നല്ലൊരു പേസ്റ്റൽ ടോണിലാണ് വന്നിരിക്കുന്നത്. ഒരു ബ്ലെൻഡഡ് ഷെയ്ഡാണ്, ഒരു ടിൻറ്റഡ് ലാവൻഡർ ആൻഡ് ഷാമ്പയിൻ പിങ്കിന്റെ തന്നെ ലൈറ്റ് ടോൺ, ആ ഒരു ബ്ലെൻഡഡ് ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ അതേ ആ ഒരു എംബ്രോയിഡറി വർക്കിൽ തന്നെ ആയിരിക്കും ഫുൾ ബോഡി വിത്ത് പല്ലു. നെക്സ്റ്റ് ടോൺ പറയുകയാണെങ്കിൽ ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ബേബി പിങ്കിലും സെയിം സ്റ്റൈലിൽ തന്നെ എംബ്രോയിഡറി വർക്ക്, റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഡിസൈൻ മാറിയിട്ടുണ്ട്, എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ തന്നെ വന്നിരിക്കുന്നത്. സേജ് ഗ്രീൻ ആണ് വീണ്ടും സാരിയുടെ കളർ വരുന്നത്. ഇതിന്റെ ആ ഒരു വർക്ക് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ബോഡിയിൽ വരുന്നുണ്ട്. ലോവർ ബോർഡർ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഒരു വർക്ക് വരുന്നത്. നല്ല മൾട്ടി കളറിൽ ഫ്ലോറൽ ഡിസൈൻസിലാണ് ഫുൾ സാരി വരിക. പ്ലീറ്റ്സ് വരുമ്പം ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു മോട്ടീവ്സ് വരുന്നത്. പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരി വന്നിരിക്കുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും എംബ്രോയിഡറി വർക്ക് വരിക വിത്ത് പല്ലു. സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു. എംബ്രോയിഡറി വർക്കിൽ ഡിഫറെന്റ് പാറ്റേണിലായിരുന്നു എംബ്രോയിഡറി വർക്ക് വന്നത്. നല്ല കളേഴ്സിലും എല്ലാം സോഫ്റ്റ് പേസ്റ്റൽ കളർ പാറ്റേണിലായിരുന്നു എല്ലാ സാരീസും വന്നത്. ഇത് ലാസ്റ്റ് സാരി കേട്ടോ. ഇതിന് ഞാൻ കളർ പറയുകയാണെങ്കിൽ പേസ്റ്റൽ ഗ്രീൻ ആണ് സാരി വന്നിരിക്കുന്നത്. ഗ്രീനിലും സെയിം സ്റ്റൈൽ അതേ പാറ്റേണിലാണ് ആ ഒരു മൾട്ടി കളർ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അതിന് തന്നെ ടൈനി മോട്ടീവ്സ് ആയിരിക്കും ഫുൾ ബോഡി വരുന്ന സാരിക്ക്. റിബൺ ബോർഡർ ആയിരിക്കും അപ്പർ പോർഷനിൽ വരിക. ആ ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക വിത്ത് പല്ലു, ബ്ലൗസ് വരുന്നത് പ്ലെയിൻ.